നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അല്ലാഹ് 3 നിബന്ധനകൾ പറയുന്നുണ്ട്. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉത്തമമായ മാതൃക പിൻപറ്റാൻ സാധിക്കുക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലിനെ പരിപൂർണമായി പിൻപറ്റാനുള്ള തൗഫീക്ക് കിട്ടുക? എല്ലാവർക്കും കിട്ടൂല. ആ തൗഫീക്ക് കിട്ടണമെങ്കിൽ താഴെ പറയുന്ന 3 ഗുണങ്ങളുള്ളവർക്കേ അതിന് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ഗുണം ലിമൻ കാന യർജുല്ലാഹ, അവൻ അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവനാകണം. മറ്റൊരു താല്പര്യം അവനുണ്ടായിക്കൂടാ. ഞാൻ ഈ കാര്യങ്ങൾ അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുന്നത് എനിക്ക് ഭൗതികമായ നേട്ടത്തിനല്ല. ഞാൻ എൻ്റെ റബ്ബിനെയാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ റബ്ബിനോടാണ് എനിക്ക് കടപ്പാടുള്ളത്. എൻ്റെ റബ്ബിനോടാണ് ആത്യന്തികമായി ഞാൻ ഭയപ്പെടേണ്ടത്. എൻ്റെ റബ്ബാണ് എൻ്റെ റിസ്ക് കണക്കാക്കുന്നത്. എൻ്റെ റബ്ബാണ് എൻ്റെ ആയുസ് കണക്കാക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ എത്ര തുള്ളി വെള്ളം കുടിക്കണം, ഞാൻ ഈ ഭൂമിയിൽ എത്ര നേരം വായു ശ്വസിക്കണം, ഞാൻ ഈ ഭൂമിയിൽ എത്ര സെക്കൻഡ് ജീവിക്കണം എന്ന് ഇവിടെയുള്ള ഒരു നേതാവിനും തീരുമാനിക്കാനാവില്ല. ഒരു പ്രമാണിക്കും അത് തീരുമാനിക്കാനാവില്ല. ഒരു വ്യക്തിക്കും അത് തീരുമാനിക്കാനുള്ള അധികാരമില്ല. അള്ളയാണ് തീരുമാനിക്കുന്നത്, അള്ളയാണ് വിധിക്കുന്നത്. അതേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹ്, നീ നൽകിയത് മുടക്കാൻ ഒരു ഹോജയെ കൊണ്ടും സാധ്യമല്ല. നീ തരാൻ വിചാരിച്ചത് തടുക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. നീ മുടക്കിയത് നൽകാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഒരു പവറുള്ളവന്റെ പവറും നിന്റെ അടുക്കൽ വില പോവുകയില്ലല്ലോ. അതുകൊണ്ടവന് പ്രയോജനമില്ലല്ലോ. ആ അടിയുറച്ച വിശ്വാസമുള്ളവന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവിതത്തിൽ നേതാവായി കൊണ്ട് മാതൃകയായി കൊണ്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവനെന്താ? അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയായി ജീവിതത്തിൽ പകർത്താത്തൻ വേറുള്ളവരും ഞെട്ടിച്ചാൽ ഞെട്ടും, വേറുള്ളവൻ ഭീഷണിപ്പെടുത്തിയാൽ തളരും, മറ്റുള്ളവൻ പ്രലോഭനങ്ങൾ നടത്തിയാൽ അവൻ പതറും, പ്രകോപനമുണ്ടാക്കിയാൽ അവൻ പ്രകോപിതനാകും. പക്ഷേ പടച്ചവന് വേണ്ടിയാണോ? അതേ, എന്റെ റബ്ബിന് വേണ്ടിയാണ് ഞാൻ. അതുപോലെ തന്നെ വൽ യൗമൽ ആഖിർ, പരലോക നാളും അള്ളയെ പ്രതീക്ഷിക്കുന്നവന്, പരലോകത്തെ ഭയപ്പെടുന്നവന്, പരലോകത്തെ ആഗ്രഹിക്കുന്നവന് വദക്കറല്ലാഹ കസീറാ, അവൻ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്നു. അപ്പൊ പടച്ച റബ്ബിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടണം എന്ന പ്രതീക്ഷയോടെ അല്ലാഹുവിനെ ഓരോ സമയത്തും അല്ലാഹ് നീയാണ് എന്റെ രക്ഷാധികാരി, അൻത വലി റബ്ബേ, നീയാണ് എന്റെ രക്ഷാധികാരി, യാ മാലിക്കൽ മുൽക്ക്, ഓ ഏത് രാജാക്കന്മാരുടെയും രാജാവായ റബ്ബേ, തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. മുസ്ലിം അതാണ് റബ്ബിനോട് പറയുന്നത്. മാലിക്കുൽ മുൽക്കായ അല്ലാഹുവേ, അതേ നിന്റെ പ്രത്യേകത എന്താണ്? തുഅ്തിൽ മുൽക മൻ തശാ, ഇന്ന് അധികാരം നീ ഉദ്ദേശിക്കുന്നവന് കൊടുക്കുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു മാറ്റുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ്സ് കൊടുക്കുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അപമാനം നൽകുന്നു. അത് ലോകത്തൊരാളും തീരുമാനിക്കുന്നതല്ല. അന്തസ്സ് നൽകുന്നതും ഇല്ലാതാക്കുന്നതും നീയാണ്. അധികാരം കൊടുക്കുന്നതും താഴെ ഇറക്കുന്നതും നീയാണ്. ബിയദികൽ ഖൈർ, നിന്റെ കൈമുഖേനയാണ്, നിന്നിലാണ് എല്ലാ ഖൈറും നടക്കുന്നത്. ഈ വിശ്വാസമുള്ളവന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിപൂർണമായ മാതൃകാ നേതാവായി കൊണ്ട് അംഗീകരിച്ച് ജീവിക്കാനാവുകയുള്ളൂ. അല്ലാത്തവൻ മേലാളം വരട്ടിയാൽ മാറും. മേലാളം വരട്ടിയാൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ചവിട്ടും. മേലാളം വരട്ടിയാൽ അവിടുത്തെ ചര്യകളെ കുറ്റം പറയും. അതേ, പടച്ച റബ്ബിനെയും പരലോകത്തെയും അല്ലാഹുവിനെ ഓർക്കേണ്ടതിലൊക്കും ഓർക്കുന്നവന് ദുനിയാവ് പേടിയില്ല,
അവൻ അള്ള കണക്കാക്കിയ ഒരു തുള്ളി വെള്ളം മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അള്ള കണക്കാക്കിയ ഒരു ബറ്റ് ഒരു മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. കാരണം അവൻ വിശ്വസിക്കുന്നത് പടച്ച റബ്ബിലാണ്. ലോകം മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞാലും, അതേ ലോകത്തുള്ള എല്ലാ ആളുകളും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് ലോകത്തുള്ള എല്ലാവരും വിചാരിക്കുന്നുവെങ്കിലും അള്ള നിനക്ക് ചെയ്തു തരാൻ വിചാരിച്ച ഉപകാരമല്ലാതെ ലോകം മുഴുവനും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാലും നിനക്ക് കിട്ടൂല. അതേ അവസരം തന്നെ അതിന്റെ മറുവശവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലോകം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞാലും, നിന്നെ ബുദ്ധിമുട്ടിക്കണം, നിന്നെ കഷ്ടപ്പെടുത്തണം, നിന്നെ പ്രയാസപ്പെടുത്തണം എന്ന് ലോകത്തുള്ളവർ മുഴുവൻ വിചാരിച്ചാലും പടച്ച റബ്ബ് വിചാരിച്ചിട്ടില്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കാനില്ല. ഇതാണ് അല്ലാഹുവിലുള്ള തവക്കുൽ എന്ന് പറയുന്നത്. ഈ ബോധം ശരിക്കുള്ളവന് അള്ളാഹുവിന്റെ റസൂലിനെ അവൻ മാതൃകയായി സ്വീകരിക്കുന്നു. അതാ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. എങ്ങനെയാണെങ്കിൽ ലിമൻ കാന യർജുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെയാണോ ആഗ്രഹിക്കുന്നത്, വൽ യൗമൽ ആഖിർ, പടച്ച റബ്ബേ മരണാനന്തരം ഒരു ജീവിതമുണ്ടല്ലോ, നിന്റെ കോടതിയിൽ വരണമല്ലോ, അവിടുത്തെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഈ ജീവിതത്തെ പറ്റി കണക്ക് പറയണമല്ലോ, ആ ബോധമുണ്ടെങ്കിൽ വദകറല്ലാഹ കസീറ, അള്ളാഹുവിനെ ഓർക്കേണ്ട സ്ഥലത്തെല്ലാം ധാരാളമായി ഓർത്തുകൊണ്ട് മനസ്സിന് ഏത് സമയത്തും ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്നവന് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാവർക്കും ഇതനുസരിച്ച് ജീവിക്കാൻ കഴിയൂല. എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാനല്ലാതെ ജീവിതത്തിന്റെ അവിടേക്ക് എത്തുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതിനേക്കാൾ അപ്പുറം എനിക്ക് ഇന്ന നേതാവ് പറഞ്ഞതാ വലുത്, എനിക്ക് ഇന്ന മുതലാളി പറഞ്ഞതാ വലുത്, എനിക്ക് ഇന്ന വ്യക്തി പറഞ്ഞതാ വലുത്, എനിക്ക് എന്റെ ബാപ്പ പറഞ്ഞതാ വലുത്, എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞതാ വലുത്, അല്ലെങ്കിൽ എന്റെ അയൽക്കാരൻ പറഞ്ഞതാ വലുത് എന്നിടത്തേക്ക് അവന്റെ മനസ്സ് പതറിപ്പോകും. അതേ അവസരത്തിൽ എനിക്ക് അല്ലാഹുവാണ് വലുത്, പരലോകമാണ് വലുത് എന്ന ബോധമുണ്ടെങ്കിൽ ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അവൻ അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്.